കോൺഗ്രസ് നേതാക്കളോട് ഉൾപ്പെടെ കയർത്ത് സംസാരിച്ച് ജി സുധാകരൻ. പര്യടന ജീപ്പിൽ കാലുവയ്ക്കാൻ സംവിധാനമില്ലാത്തതിനാൽ ക്ഷുഭിതനാകുന്നതിന്റെ വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരിച്ച അമ്പലപ്പുഴയിലെ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ. നവംബർ 23-ന് തന്റെ കാൽ ഒടിഞ്ഞതാണെന്നും അതിനുശേഷം നടന്ന ഓപ്പറേഷനിൽ കാലിൽ ഉള്ള കമ്പിയും അതിന്റെ 16 സ്ക്രൂവും തരുന്ന ബുദ്ധിമുട്ട് ചെറുതല്ലെന്ന് ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് മാധ്യമ സുഹൃത്തുക്കൾ തനിക്ക് തന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് സുധാകരന്റെ വിമർശനം. കുളിമുറിയിൽ വീണ് കാലൊടിഞ്ഞപ്പോൾ ഉണ്ടായ എല്ലിന്റെ പൊട്ടൽ ഇപ്പോഴും ചെറുതായി അലട്ടുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഇന്നലെ വാഹന പ്രചരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഓപ്പൺ ജീപ്പിൽ കയറവെ കാല് തട്ടുകയും വേദന സഹിക്കാൻ പറ്റാതിരുന്ന വേളയിൽ ഒരു സ്റ്റെപ്പ് കൂടി അറേഞ്ച് ചെയ്ത് കൂടായിരുന്നുവെന്ന് ചോദിച്ചത് വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചുവെന്നാണ് സുധാകരന്റെ അവകാശവാദം. തോട്ടപ്പള്ളിയിൽ വെച്ചാണ് ജി സുധാകരൻ കോൺഗ്രസ് നേതാക്കളോട് ഉൾപ്പെടെ പരസ്യമായി ദേഷ്യപ്പെട്ടത്. പര്യടനത്തിനായി ഒരുക്കിയ ജീപ്പിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലെന്നായിരുന്നു സുധാകരന്റെ പ്രധാന പരാതി. ആദ്യം ജീപ്പിന്റെ പിന്നിൽ നിന്നുകൊണ്ട് യാത്ര തുടരണമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശം. എന്നാൽ നിൽക്കാൻ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സുധാകരൻ മുൻവശത്ത് ഇരുന്നു പോകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെ കാലുവയ്ക്കാൻ പോലും സൗകര്യമില്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം പ്രകോപിതനായി. സംഭവത്തിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും അസ്വസ്ഥരായിട്ടുണ്ടെങ്കിലും പരസ്യ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സുധാകരന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള അതൃപ്തി ഇതിനകം തന്നെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതായി റിപ്പോർട്ടുണ്ട്. മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലെ പര്യടനങ്ങളിലും സുധാകരൻ പലപ്പോഴും അസഹിഷ്ണുത പ്രകടിപ്പിച്ചതായാണ് വിവരം. ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് UDF പിന്തുണ നൽകുന്നതിനെതിരെ മുമ്പ് നിലനിന്നിരുന്ന പ്രതിഷേധം കൂടുതൽ ശക്തമാകുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. CPM-നെതിരെ ഡീലാരോപണം UDF കടുപ്പിച്ചിരിക്കുന്നതിനിടയിലായിരുന്നു സുധാകരന്റെ പരസ്യ പ്രസ്താവന. ഇത് വോട്ട് ചോർച്ച ഉണ്ടാക്കുമോ എന്നാണ് കോൺഗ്രസ് ഭയക്കുന്നത്.